താറോക്സൈ നമുക്ക് കുറച്ച് ദിവസത്തിന് ഉപയോഗിക്കാൻ കിട്ടിയിരിക്കണം. ഇന്ന് ഞാനിത് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുൾ ടാങ്ക് എണ്ണ അടിച്ച് കഴിഞ്ഞാൽ ഇത് എത്ര കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും എന്നുള്ളൊരു കാര്യമാണ്. ഇത് പെട്രോൾ എഡിഷനാണ്, ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഫ്യൂവൽ ഫില്ല് ചെയ്യാം. താറോക്സിലേക്ക് വരുമ്പോഴേ പഴയ താറിനെ അപേക്ഷിച്ചുള്ളൊരു വ്യത്യാസം എന്താ വെച്ചാൽ, പഴയ താറിനകത്ത് നമ്മൾ കീട്ട് തുറക്കലായിരുന്നു. അതിനകത്ത് അകത്തുനിന്ന് കൺട്രോൾ ഉണ്ട്, അതുപയോഗിച്ച് നമുക്ക് തുറന്നു കൊടുക്കാം. ഫ്യൂവൽ അടിക്കാൻ അപ്പോൾ ഡ്രൈവർ ശരിക്കും ഇനി പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. സോ നമ്മൾ ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ പോകണം. ഇപ്പം ഏകദേശമായി ഫുള്ളായിക്കണ്. 48 ലിറ്റർ 49 ലിറ്ററോളം ഇതിനകത്ത് ഇപ്പോൾ ഫില്ല് ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 48.60-70. ഓക്കെ, ശരിക്കും 57 ലിറ്റർ ആണ് ഫ്യൂവൽ കപ്പാസിറ്റി ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി ഇതിനകത്തുണ്ട് ഒരു 7 ലിറ്ററോളം ഫ്യൂവൽ ഇതിനകത്തുണ്ട്. ട്രിപ്പ് എന് ഇപ്പോൾ നമ്മൾ 0 ആക്കിയിട്ടുണ്ട്. ആവറേജ് സ്പീഡും ഒക്കെ 0 ആണ്. നമുക്കിനി എത്ര കിലോമീറ്റർ ദൂരം പോകും എന്നുള്ളത് ലാസ്റ്റ് ട്രിപ്പ് എ വെച്ച് നോക്കാം. 7869 കിലോമീറ്ററാണ് ഇപ്പോൾ നിലവിൽ ഓടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഏറെക്കുറെ ഉള്ളത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ നിന്ന് നമ്മൾ തിരിച്ച് നമ്മളെ നാട്ടിലേക്ക് പോകാൻ കേട്ടോ തുടങ്ങുകയാണ്. എനിക്കത് രണ്ടാമത്തെ നമ്മളുടെ അങ്ങനത്തെ ഒരു ലോങ് ജേണിയാണ്. ഇന്ന് നമ്മൾ ഏറെക്കുറെ ഒരു 100 കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പലപ്പോഴായിട്ടാണ് ഇത് ഓടിച്ച് തീർക്കുന്നത്. ഒറ്റയടിക്ക് നമ്മളിത് ഓടിച്ച് തീർക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നോമ്പാണ്. ഇപ്പോൾ ഈ ഒരു നോമ്പ് സമയമൊക്കെ ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അന്നത്തെ പോലെ ഒരു ലോങ് ട്രിപ്പ് നമുക്ക് കഴിയില്ല. അപ്പോൾ നമ്മൾ പല സ്ഥലത്തേക്കും പല സമയങ്ങളിലായിട്ട് ഓടിച്ചിട്ടാണ് ഇതിൻ്റെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഡെയിലി ലൈഫ് യൂസ് എന്നുള്ള രീതിയിലാണ് നമ്മളിതിനെ കാണുന്നത്. സോ നമുക്ക് പോയോക്കാം അല്ലേ, പോയോക്കാം. നമ്മളെ യാത്രയുടെ പകുതി ദൂരം ഏറെക്കുറെ പിന്നിട്ട്, അതായത് ഇന്നത്തെ യാത്രയുടെ കേട്ടോ തൃശ്ശൂർ റൗണ്ടിലെത്തിയിട്ടുണ്ട്. മുമ്പും നമ്മൾ ഇതേപോലെ തൃശ്ശൂർ റൗണ്ടിലൊരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഹൈലൈറ്റാണ്. തൃശ്ശൂർ ടൗണിൽ വരുമ്പം ഇത് ടച്ച് ചെയ്യാതെ എന്തായാലും ആർക്കും പോകാൻ പറ്റുകയുള്ളതൊന്നുമില്ല. ധാരാളം റൗണ്ടുകളുള്ള സ്ഥലമാണ്. നമ്മളിപ്പോൾ ഏകദേശം 57 കിലോമീറ്റർ ദൂരമായിട്ടാണ് ഒറ്റ സ്ട്രെച്ചിൽ. 43 ആവറേജ് കാണിക്കുന്നത്, മീൻസ് കിലോമീറ്റർ പെർ അവർ വേഗത. ഇനി മൈലേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 11.8 വരെ നമ്മൾ ടച്ച് ചെയ്തിരുന്നു കേട്ടോ. 11.8. ഇപ്പോൾ ഇതിനകത്ത് 11.1 കാണിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ടൈറ്റ് പാർക്കിംഗ് ഉണ്ട്. ഇപ്പം വണ്ടി നിന്ന് തൃശ്ശൂർ ടൗണിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. അപ്പം ടൗണിലേക്ക് എൻ്റർ ചെയ്ത്, അതായത് അവിടെ ടോൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ തൃശ്ശൂരിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഭയങ്കര സ്ലോ ആണ്. അതുകൊണ്ട് മൈലേജ് അത് കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. 6 പോയിൻ്റ് കുറഞ്ഞു, 0.6. മുന്നോട്ട് പോവാം. താറോക്സൈ ശരിക്കും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കാരണം കഴിഞ്ഞ താറിലുണ്ടായിരുന്ന കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ 4 ആളുകൾ യാത്ര പോകുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലത്തെ ആളുകൾക്ക് എന്തെങ്കിലും ആവശ്യത്താൽ പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടി പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ എല്ലാവരും, അത് മീൻസ് ഫ്രണ്ടിലത്തെ ആളും പുറത്തിറങ്ങണം, 4 ആൾക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ആ പ്രശ്നം തീർന്നു. കാരണം 4 ഡോർ സെപ്പറേറ്റ് ആക്കി. സസ്പെൻഷൻ ഇത് കുറച്ചുകൂടി നല്ലതാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സസ്പെൻഷനാണ്. അങ്ങനെ കുറേ മാറ്റങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വേണമെങ്കിൽ ഇൻ ബിറ്റ്വീൻ മെൻഷൻ ചെയ്യാം ഓർമ്മ വരുന്നതനുസരിച്ച്. ഈ യാത്രയിൽ എനിക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുള്ള 2 ഫീച്ചറെ കുറിച്ച് പറയാം. ഒന്ന്, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ടർ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനകത്ത് ഇത് വരും. ഇത് സാധാരണ ഇപ്പോൾ നമ്മൾ പല വണ്ടിയിലും വരുന്നുണ്ട്, യൂസ്ഫുൾ ആണ്, എനിക്കിഷ്ടം. പക്ഷേ ഇതിനകത്ത് കണ്ടില്ലേ, ഏത് വ്യൂ ആണ് കാണിക്കുന്നത് എന്നുള്ളത് അവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്ന പോലെ, അതായത് ഡോർ ഓപ്പൺ ചിഹ്നം പോലത്തെ ഒരു സാധനം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കാണിക്കുന്നുണ്ട് മാർക്ക് ചെയ്തിട്ട് ഏത് ഭാഗത്തെ വ്യൂ ആണ്. ഇനി ഇപ്പുറത്തേക്ക് ഇട്ടേ ചാണ്ട, അത് ഇപ്പുറത്തെ സൈഡിലേക്ക് മാറിയിട്ട് ഇത് കാണിക്കുന്നത്. ഇത് എനിക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം എന്ന് വെച്ചാൽ ബ്ലൈൻഡിൽ വണ്ടികൾ വരുന്ന സമയത്ത് നമ്മൾ ആ ഇൻഡിക്കേറ്റർ ടേൺ ചെയ്യുന്ന സമയത്ത് ഓബ്വിയസ്ലി നമ്മൾ മൈലേജ് കോൺഷ്യസ് ആയതുകൊണ്ട് മൈലേജിൻ്റെ ഒരു കാര്യം നോക്കുമ്പോൾ അതിലേക്കൊരു നോട്ടം വരുന്നുണ്ട്. 10.6 ആയിട്ടോ, അതായത് തൃശ്ശൂരിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ചിങ്ങോട്ട് പോകുന്നപ്പോൾ ഇനി നല്ലൊരു ഹൈവേക്ക് കിട്ടിയിട്ട് വേണം പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ. രണ്ടാമതൊരു കാര്യം, ഈ വാഹനത്തിനകത്ത് നല്ല സസ്പെൻഷനാണുള്ളത്. അതും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. കഴിഞ്ഞ വാഹനത്തിനെ അപേക്ഷിച്ച് ഒരു ബെറ്റർ സസ്പെൻഷൻ. അപ്പോൾ നമ്മൾ മോശം റോട്ടിലൊക്കെ കയറി ഓടിച്ച സമയത്തും നല്ല കിഡ്ലൻ സസ്പെൻഷൻ ആയിരുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തൊരു കാര്യം, 2 കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ ഈ സസ്പെൻഷൻ ഇടയ്ക്ക് കയറി വന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ ഈ യാത്രയിൽ കൂടുതൽ ഉപയോഗിച്ചത് ഹാർമൻ ഗാർഡിൻ്റെ മ്യൂസിക് സിസ്റ്റം. ഒരു രക്ഷയില്ല. ഞാനിതുവരെ കേട്ടുകൊണ്ടിരുന്ന കഥയുടെ ഒരു കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. കേട്ടിട്ടുണ്ട്. അതായത് ഈ വഴിയിലുടനീളം ട്രക്കുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം, ട്രക്ക് ഡ്രൈവേഴ്സിന് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം. യൂറോപ്പിലുടനീളം ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശദീകരണം മനോജാണ് തന്നത്. അതായത് അവിടെ ട്രക്ക് ഡ്രൈവേഴ്സിന്
4 മണിക്കൂർ തൊട്ട് 5 മണിക്കൂർ വരെ മാത്രമേ തുടങ്ങാനുള്ള ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. അപ്പോൾ 4 മണി എടാ അടിപൊളിയല്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഏകദേശം എത്ര കിലോമീറ്റർ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 81 കിലോമീറ്ററായി നമ്മൾ എണ്ണടിച്ചതിന് ശേഷം. അങ്ങനെ നമ്മൾ നമ്മുടെ മറ്റൊരു ദിവസം ഡ്രൈവ് ആരംഭിക്കുകയാണ്. വണ്ടി റെഡിയാണ്. എത്ര കിലോമീറ്റർ ആയി എന്നുള്ളത് ഞാൻ കാണിച്ചു തരട്ടെ. ഇതുവരെ ഇപ്പോൾ 353 കിലോമീറ്ററാണ് ഈ ദൂരം കാണിക്കുന്നത്. 9.9 ആണ് നമ്മുടെ ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി കാണിക്കുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ഓടിയോണ്ടാണ്, മീൻസ് നമ്മുടെ നാട്ടിൽ ലോക്കലായിട്ട് കുറേ ഓടിയിട്ടുണ്ടായിരുന്നു. ഡ്രൈവ് ഇൻഫോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 139 കിലോമീറ്റർ ദൂരം ഇതുവരെ നമ്മൾ ഓടിയിട്ടുണ്ട്. ബാക്കി നമ്മൾ ഓടാൻ പോകട്ടെ. മറ്റൊരു ദിവസമാണ് ഇന്ന് നമ്മൾ ഓടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പം ഓടിക്കുന്ന സമയത്തുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ആദ്യം പറയാമെന്ന് വിചാരിച്ചു. നല്ല സസ്പെൻഷനാണ്, നല്ല മാറ്റം സസ്പെൻഷൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ധാരണ അപേക്ഷിച്ചുണ്ടായിരുന്ന ആ ഒരു ഇടിക്കുന്ന ഫീല് അല്ലെങ്കിൽ ആ ഒരു ഭയങ്കരമായിട്ടുള്ള റഫ്നെസ് അതൊന്നും തന്നെ ഇതിനകത്തില്ല. അത് ഭയങ്കര സ്മൂത്ത് റൈഡാണ്, ഭയങ്കര കംഫർട്ടബിളാണ്. ഫാമിലിക്കും എല്ലാവർക്കും ഓക്കെ ആയിരിക്കും. എത്ര ദൂരം പോയി കഴിഞ്ഞാലും വലിയ മടുപ്പൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇപ്പം താറില്ലേ, 3 ഡോർ താറ് ശരിക്കും ചെറുതാണ്. അത് നമുക്കൊരു റോട്ടിലൊക്കെ വളച്ചെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കും, ഇത് കുറച്ചുകൂടി വലുതല്ലേ, ആ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. ഞാൻ ഇന്നലെ അതും ട്രൈ ചെയ്ത് നോക്കി. ഒരു ചെറിയ റോട്ടിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചെടുക്കാൻ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വളഞ്ഞു കിട്ടുന്നുണ്ട്. അപ്പോൾ ടേണിങ് റേഡിയസും നല്ലതാണ് എന്നുള്ളതാണ്. പിന്നെ സ്പേഷ്യസ് ആണ്, നല്ല കംഫർട്ടബിളാണ്. അപ്പം മൊത്തത്തിൽ കുറച്ചുകൂടി ഒരു SUV ആവുമ്പോഴും ആ ഒരു സോഫ്റ്റ്നെസ് നിലനിർത്താൻ താറ് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇത്രയും നേരം നമ്മൾ ഓടിക്കൊണ്ടിരുന്ന് 285.4 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. മൊത്തം 7-7.5 മണിക്കൂറോളം നമ്മളിപ്പോൾ ഇത് ഡ്രൈവ് ചെയ്ത്, കണ്ടിന്യൂസ് അല്ല, 2 ദിവസങ്ങളിലായിട്ടാണ് ഓടിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ മൈലേജ് എത്ര വരെ വന്നിട്ടുണ്ട് എന്നുള്ളൊരു ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ ഫ്യൂവൽ ഇൻഫോ എടുത്ത് ഞാൻ കാണാൻ പറ്റും 9.9. നമുക്ക് 9.6 വരെ താഴേക്ക് പോയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും റഫായിട്ട് ട്രാഫിക്കിലൊക്കെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് 9.6 കിട്ടി. 11.8 വരെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതായത് ഏറ്റവും ടോപ്പ് എത്തിയിട്ടുള്ള 11.8 ആയിരുന്നു. അത് നമ്മൾ കൊച്ചി ടു വീട്ടിലേക്ക് ഇന്നലെ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് കിട്ടുമെന്ന് നോക്കാം, കാരണം ഇപ്പോൾ നമ്മളൊരു ഹൈവേ ഉള്ളത്, പക്ഷേ ഇവിടെ നല്ല ബ്ലോക്കാണ്. അവിടെയൊക്കെ ബ്ലോക്കുകളാണ്, റോഡ് പണി നടക്കുന്നതുകൊണ്ട്. കമ്പനി പറയുന്നത് പെട്രോളിൻ്റെ അകത്ത് 12.5 ആണ് ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി. അങ്ങനെ നോക്കുമ്പോൾ 11.8 കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല അല്ലേ. കമ്പനി പറയുന്നതിൻ്റെ ഏകദേശം അടുത്ത് വരെ നമ്മൾ എത്തിയിട്ടുണ്ട് ഹൈവേ ക്രൂസിൽ കേട്ടോ. ട്രാഫിക്കിൽ എന്തായാലും കമ്പനി വരുന്ന മൈലേജ് ഒന്നും കിട്ടില്ല. ബട്ട് സ്റ്റിൽ 265 കിലോമീറ്റർ ദൂരം പോകാനുള്ള, അതായത് 9.9 വെച്ചിട്ട് 265 കിലോമീറ്റർ ദൂരം പോകാനുള്ള ഒരു ഫ്യൂവൽ ഇതിനകത്ത് ഉണ്ട് എന്നാണ് ഇതിൻ്റെ ക്ലസ്റ്റർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ഓടിയ കിലോമീറ്ററും ഇതും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 265 പ്ലസ് 285 ഏറെക്കുറെ 500 സംതിങ് കിലോമീറ്റർ ഒക്കെ പോകാൻ പറ്റും എന്നാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു ആവറേജ് എടുക്കാം. പിന്നെ ഈ എണ്ണ തീരോളം ഓടിക്കാൻ പറ്റുമോ എന്നുള്ളതും അറിയില്ല, കാരണം ഇപ്പം തന്നെ ഏകദേശം 2:30 നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മഴ പെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും നോക്കാം, മുന്നോട്ട് പോകാം. ഇത് നമ്മൾ ശരിക്കും 3ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് രാവിലെ എണീറ്റ് ഒരു ഏകദേശം ഒരു 20-25 കിലോമീറ്റർ ദൂരോളം ഓടിയിട്ടുണ്ട്. ആക്ച്വലി നമ്മളിവിടെ ഷൂട്ടിന് വേണ്ടി വന്നേക്കാണ്. ആ ഒരു സമയം എത്തുമ്പോഴാണ്, അതായത് നമ്മളൊരു 2 കിലോമീറ്റർ മുമ്പേ ഇതിൻ്റെ യെല്ലോ ലൈറ്റ് വന്നു. അതായത് വീണ്ടും റിസർവായി നമ്മൾ പറയില്ലേ, ആ ഒരു സിറ്റുവേഷൻ എത്തി. ആ സമയത്ത് ക്ലസ്റ്ററിൽ കാണിക്കുന്ന കണക്കുകളും കൂടി ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം. ടോട്ടൽ 13 മണിക്കൂർ യാത്ര ചെയ്തു, 426.2 കിലോമീറ്റർ ദൂരം നമ്മളിപ്പോൾ സഞ്ചരിച്ചു എന്നുള്ളതാണ്. 32 ആവറേജ് കാണിക്കുന്നത്. പക്ഷേ നമ്മൾ ഓൾമോസ്റ്റ് 50 to 60, 70 ആ ഒരു റേഞ്ചിലാണ് എപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മളെ ലോങ് ക്രൂസിൽ. പിന്നെ ടൗണിൽ എന്തായാലും നമുക്ക് സ്പീഡിൽ ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ കൂടി കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴാണ് ഈ ഒരു ഇത് കാണിക്കുന്നത്. ഇനിയാണ് ഫ്യൂവൽ എഫിഷ്യൻസി. ഫ്യൂവൽ എഫിഷ്യൻസിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഫ്യൂവൽ ഇൻഫോ കൊടുക്കാം. യെസ്, ഇപ്പോൾ കാണിക്കുന്ന 9.3 ആണ്. അത് നോക്കണ്ട. നമുക്ക് കിട്ടിയിരുന്ന ഫ്യൂവൽ എഫിഷ്യൻസി, അതായത് ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരുന്നിരുന്ന ഫ്യൂവൽ എഫിഷ്യൻസി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് നമുക്ക് കിട്ടിയത് 11.8 ആണ്. ഫസ്റ്റ് ഡേ നമ്മൾ എറണാകുളത്ത് നിന്ന് നമ്മൾ മലപ്പുറത്തേക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് 11.8 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അതൊരു വൈകുന്നേരം സമയമൊക്കെയാണ്.
അതായത് രാത്രി അതിലും കൂടുതൽ കിട്ടുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം കാലിയുള്ള റോഡായിരിക്കുമല്ലോ കുറച്ചും കൂടി. ഇപ്പോൾ പുതിയൊരു ഹൈവേ ഒക്കെ വന്നപ്പം അതിൽ നല്ല രൂപയിൽ ക്രൂസ് ചെയ്തപ്പോൾ കിട്ടിയാണ് 11.8. കമ്പനി താർ പെട്രോൾ ഓട്ടോമാറ്റിക്കിന് പറയുന്ന ഫ്യൂൽ എഫിഷ്യൻസി 12.5 അങ്ങനെയാണെങ്കിൽ നമ്മളെ റിയൽ ലൈഫ് ടെസ്റ്റിങ്ങിൽ 11.8 നമുക്ക് കിട്ടിയിരുന്നു. അതായത് 1 മൈലേജിൽ താഴെയാണ് കമ്പനി പറയുന്നത് ഇതും തമ്മിലുണ്ടായ വ്യത്യാസം എന്നുള്ളത് വളരെ അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഏറെക്കുറെ കമ്പനി പറയുന്ന മൈലേജിന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ്. പിന്നെ ഏറ്റവും താഴേക്ക് പോയത് 9.6 താഴേക്ക് നമുക്ക് ഈ വണ്ടി വന്നിട്ടില്ല. അതിനി നല്ല ട്രാഫിക്കിൽ ഓടിച്ചപ്പോഴും 9.6 ആവറേജ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇനിയും ഇതിനകത്ത് 100 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനുള്ള ഫ്യൂവൽ ഉണ്ടാവും. 150 കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കാനുള്ള ഫ്യൂവൽ ഇതിനകത്ത് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതാണ് ഓൾ അബൌട്ട് താർ മൈലേജ് ടെസ്റ്റ്. യെല്ലോ കത്തിയിട്ടുണ്ട്. ഒരു 3-4 ദിവസത്തെ എഫേർട്ട്. പക്ഷേ നമ്മൾ മോസ്റ്റ്ലി ഇല്ലേ മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഓടിച്ചത്. ഇപ്പോൾ നമ്മൾ തിരൂരിൽ നിന്ന് ഇങ്ങോട്ട് എറണാകുളത്തേക്ക് വന്നപ്പം മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് ക്രൂസ് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചിട്ടുണ്ടായിരുന്നു. ക്രൂസ് കൺട്രോൾ നമ്മൾ ഉപയോഗിച്ചിട്ടേ ഇല്ല, ഫുൾ ടൈം ആക്സലറേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തത്. രണ്ടാമത്തത് കൊച്ചിയിൽ നിന്ന് വണ്ടി എടുത്തിട്ട് തിരൂരിലേക്ക് ഓടിക്കുമ്പോഴും മൈലേജ് കൺസേൺ വെച്ച് നമ്മൾ ഓടിച്ചിരുന്നു. പക്ഷേ അതിനിടയിൽ ഇപ്പോൾ തൃശ്ശൂർ ടൗണ്, എറണാകുളം ടൗണ്, തിരൂർ ടൗൺ അവിടെയൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ മൈലേജിനെ കൺസിഡർ ചെയ്യാതെ ഓടിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ട്രാഫിക്കാണ്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് തിരൂരിക്ക് പോകുമ്പോൾ അവസാനം നമുക്ക് നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പീഡിലും അതുപോലെ തന്നെ ആ ട്രാഫിക്കിനിടയിൽ റഷായിട്ടൊക്കെ ഓടിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ടാണ് ഈ മൈലേജ് 9.6 to 11.8 അതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും സാധാരണ ഒരു റിയൽ ലൈഫ് ഇതിലിങ്ങനെ ഓടിക്കുന്ന സമയത്ത് ഒരു 10 മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 9.5 താഴെ എന്തായാലും പോകില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ധൈര്യം ഈ താർ റോക്സിൻ്റെ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റുമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.